റഷ്യയെ പ്രകോപിപ്പിക്കരുതെന്ന് US സൈബർ കമാൻഡിന് നിർദ്ദേശം നൽകി പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ റഷ്യയുമായുള്ള ചർച്ചകൾ കളമൊരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നും മധു കൊട്ടാരക്കര ഈ കമാൻഡിൻ്റെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര, പറയൂ. ഗുഡ് മോർണിംഗ് SKN. റഷ്യയുമായി ഒരു മൃദു സമീപനത്തിനുള്ള ശ്രമങ്ങൾ ട്രംപ് ഭരണകൂടം ആരംഭിച്ചിരിക്കുകയാണ്. പ്രധാനമായും സമ്പൂർണ്ണമായി തകർന്ന US റഷ്യ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. ഇത് കൂടാതെ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായിട്ടുള്ള ചർച്ചകളൊക്കെ ആരംഭിക്കും മുമ്പ് അതിനായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക ആയിട്ടുണ്ട്. അതിനും കൂടിയുള്ള ഒരു ശ്രമമാണിത്. റഷ്യയുമായി മറ്റു മേഖലകളിൽ പരസ്പര സഹകരണവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മുൻനിർത്തിയാണ് US ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് US സൈബർ കമാൻഡിന് വളരെ അഗ്രസീവായി റഷ്യക്ക് നേരെ ഒന്നും തിരിയരുതെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റഷ്യക്കെതിരെയുള്ള അമേരിക്കയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു വിശാലമായ തലത്തിൽ ഒരു റീവാലുവേഷന്റെ ഭാഗമായി അമേരിക്ക പരിശോധിച്ചു വരികയാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഈ ഡിഫൻസ് സെക്രട്ടറിയുടെ ഉത്തരവും. പീറ്റ് ഹെക്സത്തിന്റെ ഉത്തരവ് വെള്ളിയാഴ്ച വൈറ്റ് ഹൗസിൽ, നമുക്കറിയാം യുക്രൈൻ പ്രസിഡന്റും സെലൻസ്കിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സെലൻസ്കി എത്തും മുമ്പ് തന്നെ ഈ ഉത്തരവ് പോയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ പ്രധാന റഷ്യൻ നെറ്റ്വർക്കുകളിലൊക്കെ പ്രവേശിച്ച റഷ്യയുടെയും അതുപോലെ പുടിന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കേണ്ടത് അമേരിക്കയെ സംബന്ധിച്ച് വളരെ നിർണായകവുമാണ്. പ്രത്യേകിച്ച് പുടിന്റെ ഉദ്ദേശങ്ങളും റഷ്യയുടെ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനും ഏതൊക്കെ വ്യവസ്ഥകളിലായിരിക്കും ഈ ചർച്ചകളിൽ പുടിനെ നിർബന്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ മുൻകൂട്ടി അറിയുവാനും ട്രാക്ക് ചെയ്യുവാനും ഇത് വളരെ ആവശ്യവുമാണ്. SKN, അതേസമയം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷവും അമേരിക്കൻ നെറ്റ്വർക്കുകളിൽ നുഴഞ്ഞു കയറുവാനുള്ള ശ്രമങ്ങൾ റഷ്യ ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.